ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ വൻ ട്വിസ്റ്റ്. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് തുടക്കം മുതൽ സംശയിച്ച കേസിൽ ഒരു സുഹൃത്തിലേക്കാണ് ആദ്യം അന്വേഷണം നീങ്ങിയത്. ചെമ്പകപ്പള്ളിയിലെ റംലത്തിനെ കൊലപ്പെടുത്തിയത് പ്രദേശവാസി അബൂബക്കറാണെന്ന സംശയത്തിൽ അയാളെ അറസ്റ്റ് ചെയ്തതാണ്. എന്നാൽ അബൂബക്കർ അല്ല പ്രതിയെന്നും കൊലയ്ക്ക് പിന്നിൽ മുൻ മോഷണക്കേസ് പ്രതിയും ഭാര്യയുമെന്നാണ് ഒടുവിലത്തെ കണ്ടെത്തൽ. റംലത്തിൻ്റെ അയൽവാസികളായിരുന്ന ദമ്പതികൾ കവർച്ചയ്ക്കിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. അതിനുശേഷം റംലത്തിൻ്റെ കമ്മലും മൊബൈൽ ഫോണും ഇവർ കൈക്കലാക്കി. സ്ഥലത്ത് മുളകുപൊടി വിതറിയ ശേഷമാണ് പ്രതികൾ കടന്നു കളഞ്ഞത്. കേസിൽ 2 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. തോട്ടപ്പള്ളിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ആ കേസിലാണ് ഇപ്പോൾ വൻ ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ ഡിവൈഎസ്പി നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ മരണപ്പെട്ട സ്ത്രീയുടെ താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്തുള്ള പള്ളിയിൽ ജോലി ചെയ്യുന്ന അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കൊല നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം പോലീസ് നമ്മളോട് നടത്തിയിരുന്നു. ഒപ്പം തന്നെ അവർ വ്യക്തമാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തിയെ കൊണ്ടുപോയി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, മൊബൈൽ ഫോൺ കണ്ടെടുത്തു, അതായത് വയോധികയുടെ മൊബൈൽ ഫോൺ അബൂബക്കറിൽ നിന്ന് കണ്ടെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം രാത്രി അബൂബക്കർ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ബലാത്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിക്കുന്നു. അതേ തുടർന്ന് ഇവർ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോലീസ് ആദ്യം വിശദീകരിക്കുന്നത്, മാധ്യമങ്ങളോടക്കം പറയുന്നത്. തുടർന്ന് അബൂബക്കറിനെ റിമാൻഡ് ചെയ്യുകയും ഈ കേസിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വലിയ ട്വിസ്റ്റ് ആ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അബൂബക്കർ അല്ല ഇവരെ കൊലപ്പെടുത്തിയത്, വയോധികയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വിവരണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. 2 പേരെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് തൃക്കുന്നപ്പുഴ സ്വദേശിയായ സൈനുലാബ്ദിനും ഭാര്യ അനീഷയുമാണ്. ഈ അനീഷയും സൈനുലാബ്ദിനും ഇതിനു മുമ്പ് താമസിച്ചിരുന്നത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിനടുത്താണ്. ഇവരുമായി നേരത്തെ മുൻവൈരാഗ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഈ അബൂബക്കർ പോയതിനു ശേഷം ഇവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട സ്ത്രീയെ, അതായത് അവർ മരണപ്പെട്ടു എന്ന് അബൂബക്കർ കരുതുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവര് ശ്വാസം മുട്ടിച്ച്, അതായത് സൈനുലാബ്ദിനും ഭാര്യയും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും സ്വർണം കവരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ പുതിയ അപ്ഡേഷനായി പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ അടക്കമുള്ള ആളുകൾ വിവരിക്കുന്നത്. പിടിയിലായിട്ടുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിനകത്ത് പൂർണ്ണമായി അതായത് അനീഷ എന്നാണ് പേര്. മറ്റേ സൈനുലാബ്ദിനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന റിക്കവറി. ഇപ്പം നമ്മൾ ഇരിക്കുന്ന കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനും ഇല്ല. I have talked to a doctor. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം, we are waiting for the postmortem. ഇതിൽ പോലീസ് പറയുന്നതിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വയോധികയുടെ ഫോൺ അബൂബക്കറിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നു. പക്ഷേ ഇന്ന് വിവരിക്കുമ്പോൾ ആ ഫോൺ ഈ സൈനുലാബ്ദിനും ഭാര്യയുടെ കയ്യിൽ നിന്നുമാണ് കണ്ടെടുത്തത് എന്നടക്കമുള്ള രീതിയിൽ പോലീസ് മാറ്റി പറയുന്നു എന്നുള്ളതാണ്. ആ ഫോണിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈനുലാബ്ദിൻ പിടിയിലായത് എന്ന് പറയുന്നു. പക്ഷേ ഈ വയോധികയുടെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ സൈനുലാബ്ദിനും ഭാര്യയുമാണ് എന്നുള്ള വിവരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം അബൂബക്കർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണത്തിലാണ് പോലീസ് ഉറച്ചു നിന്നത്. എന്തായാലും നിലവിൽ പുതിയ നിയമപ്രകാരമുള്ള കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അബൂബക്കർ റിമാൻഡിലാണ് എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം കൊലപാതകം ചെയ്തില്ല എന്ന് പോലീസ് ഇപ്പോൾ അബൂബക്കർ കൊലപാതകം ചെയ്തില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുകയാണ്. അതേസമയം അങ്ങനെ കൊലപാതകം നടന്നിട്ടില്ലെങ്കിൽ മറ്റ് ബലാത്കാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അത് അബൂബക്കറിന്റെ മേലുണ്ടാകും. അതിന്റെ മേലുള്ള അത്തരം വകുപ്പുകൾ മാറ്റങ്ങൾ വരുത്തി കോടതിയെ അറിയിക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലും പോലീസ് കരുതിക്കൂട്ടി അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനപ്പുറം തന്റെ പിതാവ് നിരപരാധിയാണെന്ന് അടക്കമുള്ള പരാതിയുമായി മുഖ്യമന്ത്രിക്കും DGPയും ഒക്കെ സമീപിച്ചുകൊണ്ട് അബൂബക്കറിന്റെ കുടുംബവും ഇപ്പോൾ രംഗത്ത് എത്തി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്, പോലീസ് ഈ 2 സമയങ്ങളിലായി എത്തി 2 ആളുകളും ഈ കേസിനകത്ത് തങ്ങളാണ് കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്ന ഘട്ടത്തിൽ പോലും
ഇവരുടെ മരണം കൊലപാതകമാണോ എന്നുള്ള ഒരു ആധികാരികമായൊരു ശാസ്ത്രീയമായൊരു വിലയിരുത്തലിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ശ്വാസം മുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട്.